see. The only thing I can see is my own silhouette. I'm getting stronger, step by step. The clock is ticking, but there's no time for regrets. I've been flying from town to town, from London to Taiwan. I've been all around the globe trying to protect your soul. We are heroes tonight. We will fly above the sky. We are heroes tonight. Yeah. We are heroes tonight. We will fly above the sky. We are heroes tonight. അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ടു ദ സ്ട്രീം. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് വാർഗോഡ് എലൈറ്റ് വാർഫെയറിലേക്കാണ്. നിങ്ങളെല്ലാം എത്തിയിരിക്കുന്ന വാർഫെയർ എലൈറ്റിൽ നമ്മൾ സ്ലോട്ട് നമ്പർ 2 എന്നുള്ളത് എല്ലാം ഷഫ്ലിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം ഫിനിക്സ് ടീം അവിടെ എത്തിയിട്ടുണ്ട്. ഫിനിക്സ് ടീം ആൻഡ് വി കാഷ് ആൻഡ് നോബ് എത്തിയിട്ടുണ്ട്. PX ടീമിന് വേണ്ടി എത്തിക്കുന്ന പങ്ക് അബ്സോർവർ ഡ്യൂഡ് ആൻഡ് ഷസാമാണ്. PK ബലൈൻ്റെ ടീം റെഡക്സിന് വേണ്ടി എത്തിക്കുന്ന ഇബ്ലീസ് ഫ്ലോക്കി ആൻഡ് സോൾ റെഡക്സ് ഏസർ റെഡക്സ് എന്നിവരാണ്. ഗ്രൗണ്ട് സീറോ ടീമിന് വേണ്ടി എത്തിക്കുന്നത് റെയിൻ ഹോഗ് റൈഡർ മാഡ് മാക്സ് ആൻഡ് കില്ലു ആൻഡ് 1X ടീമിന് വേണ്ടി എത്തിയിരിക്കുന്ന ടോം സൈക്ലോക്സ് എഡ്ഗർ ആൻഡ് യദു ആണ് എത്തിയിരിക്കുന്നത്. WTF ടീമിന് വേണ്ടി ആക്സെ ഗ്ലിച്ച് എല്ലാം എത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്കറിയാം വളരെ മനോഹരമായൊരു ഫൈറ്റ് ആയിരിക്കും നടക്കാൻ പോകുന്നത് എന്ന്. ജസ്റ്റ് ഹോൾഡ് ഓൺ, ഒന്ന് തുറന്നോട്ടെ, ലൈവൊക്കെ ഒന്ന് തുറന്നോട്ടെ, എല്ലാവർക്കും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബാക്കി WTF ടീമിന് വേണ്ടി ആക്സെ ഗ്ലിച്ച് ജിപ്സി ആൻഡ് സാം കയറിയിട്ടുണ്ട്. ബ്രൂട്ടൽ ടീമിന് വേണ്ടി റൈസ് ആൻഡ് ഫ്ലെയിം വൂൾഫ് ആൻഡ് ഡെക്സ്റ്റർ കയറിയിട്ടുണ്ട്. MT ടീമിന് വേണ്ടി MTX ആണെന്ന് തോന്നുന്നു അല്ലേ, MTX ടീമിന് വേണ്ടി സ്മോക്കി കുട്ടൂസ് ആൻഡ് ജോക്കർ ഈവിൾ എല്ലാം കയറിയിട്ടുണ്ട്. അതേമാതിരി B4Mന് വേണ്ടി ഡിസ്പാറ്റർ എംപർ റിയാസ് ആൻഡ് എസിയോ മെൽ കയറിയിട്ടുണ്ട്. ZRM ടീമിന് വേണ്ടി ZRM മോഹു റീപ് ക്യാപ്റ്റൻ ആൻഡ് വിസാഡ് കയറിയിട്ടുണ്ട്. അപ്പോൾ സാൻഹോക്കാണ് ഇന്നത്തെ മാപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. LX ടീമിന് വേണ്ടി ക്രഷർ LXARL ഹൂളിഗൻ ആൻഡ് സ്നൈപ്സ് കയറിയിട്ടുണ്ട്. SN4 ടീമിന് വേണ്ടി വ്ലോപ്പ് ബിലീവർ ടാർഗോ BTC ആൻഡ് നമ്മുടെ SN4 ടാർഗേറിയൻ ആണെന്ന് തോന്നുന്നു, ടാർഗേറിയൻ കയറിയിട്ടുണ്ട്. അതേപോലെ NON ടീമിന് NON ജസ്റ്റർ അവിടെ കയറിയിട്ടുണ്ട്. ആൻഡ്രോ സ്പെയർ ടീമാണെന്ന് തോന്നുന്നു, സ്പെയർ ടീമിന് വേണ്ടി ആൻഡ്രോ കയറിയിട്ടുണ്ട്. ആൻഡ് സ്പെയർ താനോസ് അവിടെ കയറിയിട്ടുണ്ട്. AKC ടീമിന് വേണ്ടി സൈക്ലോ രാജ ആൻഡ് ചേസ് കില്ലർ കയറിയിട്ടുണ്ട്. അപ്പം NOT ടീമിന് വേണ്ടി ബിലീവ് വൈപ്പർ LX നിഞ്ച പോയിസൺ എല്ലാം കയറിയിട്ടുണ്ട്. അപ്പം മാച്ച് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പം 11:30 ആയപ്പോൾ തന്നെ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മുടെ മാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും അപ്പോൾ മാപ്പ് നമ്മുടെ സാൻഹോക്കാണ് ഇന്നത്തെ മാപ്പ്. നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി മെമ്പേഴ്സ് എല്ലാം അവിടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടിരിക്കാം. അപ്പോൾ ഫിനിക്സ് എന്ന് പറയുന്നുണ്ട്. ഫിനിക്സ് ജോക്കർ വെൽക്കം ടു സ്ട്രീം. അപ്പോൾ ഫിനിക്സ് ജോക്കർ അവിടെ എത്തിയിട്ടുണ്ട്. സ്ട്രീമിലേക്ക് നമ്മുടെ മോഡറേറ്റർ കൂടിയായിട്ടുള്ള ഫിനിക്സ് ജോക്കർ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്ട്രീമിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ മാച്ചിനുള്ളിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല ഇതുവരെ. ഹായ് ഷോബിത്ത്, വെൽക്കം ടു സ്ട്രീം. അപ്പോൾ ഷോബിത്ത് എത്തിയിട്ടുണ്ട് മാച്ചിലേക്ക്. അപ്പോൾ എന്താണ് അറിയത്തില്ല, മാച്ചിലേക്ക് ഇതുവരെ കയറി പോയിട്ടില്ല നമ്മളിതുവരെ. യെസ് ബ്രോ, സ്ലോട്ട് ഫുള്ളായിരുന്നു. എന്താണിത്? റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം അല്ലേ? ഇപ്പോൾ ഫിനിക്സിന് കട്ട സപ്പോർട്ടുമായിട്ട് പിള്ളേരെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ PUBG നമ്മളെ വീണ്ടും ചതിച്ച് വീണ്ടും നമുക്ക് പണി തന്നിരിക്കുകയാണ്. അപ്പം മാച്ചിൽ ഇനി കയറാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. അപ്പം സംഭവ് ബിഗ് സപ്പോർട്ട് ടു ഫിനിക്സ് ബ്രൂട്ടൽ ഗെയിമിംഗ് എത്തിയിട്ടുണ്ട്. നമുക്കവിടെ സപ്പോർട്ടുമായിട്ട് അവിടെ പിള്ളേരെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. 12 പേര് വാച്ചിങ്. നമ്മൾ ഇതുവരെ റൂമിൽ കയറിയിട്ടില്ല. ഗ്ലിച്ചാണോ എന്ന് ചോദിക്കണമെങ്കിൽ യെസ് ഓഫ് കോഴ്സ്. ഭാഗ്യം, നമുക്ക് എൻ്റർ ദ മാച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വീണ്ടും തിരിച്ച് മാച്ചിലേക്ക് കയറാം. അപ്പം ആദ്യം തന്നെ ഫൈറ്റുകൾ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ മാച്ചിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. സാങ്കോ അവിടെ എത്തിയിട്ടുണ്ട്. T ഗോഡിന് വേണ്ടി സപ്പോർട്ടുമായിട്ട് സന്ദീപ് നീൽ
നീലമന എത്തിയിട്ടുണ്ട്, സന്ദീപ് നീലമന എത്തിയിട്ടുണ്ട്, സാങ്കു 007 എത്തിയിട്ടുണ്ട് എന്തായാലും സപ്പോർട്ടുമായിട്ട്. അപ്പോൾ റീസ്റ്റാർട്ട് എന്ന് പറയുന്നുണ്ട്, യെസ് റീസ്റ്റാർട്ട് എന്ന് പറയുന്നുണ്ട്. റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ തിരിച്ചെത്താൻ ശ്രമിക്കുന്നു. പക്ഷേ നമുക്ക് മാച്ചിലേക്ക് കയറാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. മാച്ചിലേക്ക് എത്തുന്നേ ഇല്ല, നമ്മളകത്ത് ഇതുവരെ എത്തിപ്പെട്ടിട്ടില്ല. യെസ് ഓഫ് കോഴ്സ് LMX ടീം അവിടെ NX നിഞ്ചനെ ഡൗൺ ചെയ്തിട്ടുണ്ട്, DC കില്ലർ അവിടെ ബേനിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്ക്രീൻ ലോഡാവുന്ന വരെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫിനിക്സിലെ മെമ്പേഴ്സിനെയാണ് നമുക്കിവിടെ കാണിക്കുന്നത്. ഫിനിക്സിൻ്റെ മെമ്പേഴ്സിൻ്റെ അടുത്ത് ടീം നമ്പർ 6 അവിടെ തൊട്ടടുത്തുണ്ട്. എൻ്റെ 1Xലെ മെമ്പേഴ്സാണ് തൊട്ടടുത്ത് കാണാൻ സാധിക്കുന്നത്. ഫിനിക്സിൻ്റെ മെമ്പേഴ്സിൻ്റെ അടുത്ത് DC ടീം അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ടായിരുന്നു, LMX ടീം അവിടെ ഫൈറ്റ് എടുക്കും, ബ്ലൈൻഡിലെ മെമ്പേഴ്സ് അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ട്. വാർഗോഡ് ആൻഡ് ബ്ലൈൻഡിൻ്റെ ഫൈറ്റ് അവിടെ നടക്കുന്നു, വാർഗോഡ് ആൻഡ് ബ്ലൈൻഡിൻ്റെ ഫൈറ്റ്, വാർഗോഡ് ജഡ്ജറൊക്കെ അവിടെ ഓടി നടക്കുന്നുണ്ട്. NOT വൈപ്പർ ഒക്കെ തൊട്ടടുത്ത് തന്നെ കാണാൻ സാധിക്കും. ടീം നമ്പർ 21ലെ മെമ്പേഴ്സ് എന്താണിത്, നോ റെസ്പോൺസ് ഫ്രം ദ സെർവർ ഒക്കെയാണ് കാണാൻ സാധിക്കുന്നത്. എന്താണ് സംഭവം എന്നൊരു വാർഗോഡ് ജഡ്ജറിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. എന്തായാലും അത്രയും മാത്രം എനിക്കറിയാം. ബ്ലൈൻഡ് വില്യംസ് അവിടെ വാർഗോഡ് ലെവൻഡറിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്ക്രീൻ മൊത്തം ഇങ്ങനെ ബഗ്ഗാണല്ലോ ഇന്നത്തെ. വാർഗോഡ് കിൽറായിട്ട് അവിടെ ബ്ലൈൻഡ് ആസ്ട്രിക്സിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ബ്ലൈൻഡ് ആസ്ട്രിക്സ് നിങ്ങൾക്ക് ഞാൻ വേണേൽ ഇപ്പം നോക്കി വായിച്ചു തരാം, സംഭവം ഒന്നും സീനാവുന്നില്ല. അപ്പം ഇത് കണ്ടില്ലേ, വാർഗോഡിലെ മെമ്പറൊക്കെ ഓടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം ജസ്റ്റ് വേറെ എവിടെയെങ്കിലും പൊസിഷനിൽ പോയി നോക്കട്ടെ, അവിടെ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് നോക്കാം. വാർഗോഡ് ജഡ്ജറിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ വാർഗോഡിലെ മെമ്പേഴ്സിനെ കാണാൻ സാധിച്ചു. അപ്പം എന്താണെന്നറിയത്തില്ല, സീൻ വേറെയാണല്ലോ ബ്രോ, ഗ്ലിച്ചാണല്ലോ, കംപ്ലീറ്റ് ഗ്ലിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ ഫിനിക്സ് വിക്ക് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. ഫിനിക്സിൻ്റെ മാച്ചിലേക്ക് പോകാം. നമ്മുടെ ടീം നമ്പർ 6ലെ മാച്ചിലേക്ക് പോകുകയാണെങ്കിൽ 1Xലെ മെമ്പേഴ്സ് അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. 1Xലെ മെമ്പേഴ്സ് 1X തോമ്പൊക്കെ അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. ഫിനിക്സിലെ 2 മെമ്പേഴ്സ് അവിടെ ഡൗൺ ആണ്. ഫിനിക്സ് വീക്ക് ഡീമിനെല്ലാം ഡൗൺ ആണ്. ഫിനിക്സിന് വീക്ക് ആൻഡ് ഡീമിൻ അവിടെ ഡൗൺ ആയിട്ടിരിപ്പുണ്ട്. ഫിനിക്സിൻ്റെ അടുത്തേക്ക് മെമ്പേഴ്സ് അവിടെ കയറി കൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഫിനിക്സ് നോബിനെയൊക്കെ നോക്കാം നമുക്ക്. ജസ്റ്റ് അവിടോട്ട് കയറി പോകുകയാണെങ്കിൽ ഫിനിക്സ് വീക്കിനൊക്കെ നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. തൊട്ടുപുറത്ത് നിന്ന് 1Xലെ മെമ്പേഴ്സ് കയറി വരുന്നുണ്ട്. ഫിനിക്സ് ഡീമിൻ അവിടെ ഡൗൺ ആണ്. ഡീമിനെ റിവൈവ് ചെയ്യാൻ സാധിക്കുമെന്ന് അറിയത്തില്ല. ഫിനിക്സ് നോബ് എല്ലാം അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. 1Xലെ മെമ്പേഴ്സ് അവിടെ കയറി. 1X സൈക്ലോപ്സ് ഒക്കെ ഓടുന്നുണ്ട്. അപ്പോൾ സൈക്ലോപ്സ് അവിടെ ഡീമിനെ സ്പോട്ട് ചെയ്യാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. 1X സൈക്ലോപ്സിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ആശ്ര അവിടെ വിക്ക് അവിടെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. വിക്ക് അവിടെ ടോമിനെതിരെ ഫൈറ്റ് കൊടുക്കും. വിക്ക് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഫിനിക്സിലെ മെമ്പേഴ്സ് ആദ്യം തന്നെ കയറി ഫൈറ്റ് എടുത്തിട്ടുണ്ട്. 1Xലെ യദു അവിടെ ഡൗൺ ആണ്. 1X സൈക്ലോപ്സ് അവിടെ നൂബ് അവിടെ കയറി ചെല്ലുന്നുണ്ട്. 1X ടോമിനെതിരെ ഫൈറ്റ് എടുക്കാനായിട്ട് 1X ടോമിനെ അവിടെ നൂബിനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. 1Xലെ മെമ്പേഴ്സ് 1X സൈക്ലോപ്സ് ആൻഡ് യദു അവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഫിനിക്സ് ടീമിനെ കംപ്ലീറ്റ് ആയിട്ട് അവിടെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അപ്പോൾ ഫിനിക്സ് ടീമിൻ്റെ ഫൈറ്റ് അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോക്ക് ടീം ഉയർന്ന് പറയുന്നുണ്ട്. ബാക്കി ഫൈറ്റ് എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് നോക്കാം നമുക്ക് അടുത്തത്. അപ്പോൾ ആഷസിലെ മെമ്പേഴ്സിനെ നോക്കുവാണെങ്കിൽ നമ്മുടെ നമ്മുടെ ടീം SN4 അവിടെ വെറുതെ ഫയർ കൊടുക്കുന്നുണ്ട്. ആർക്കെതിരെയാണെന്ന് അറിയത്തില്ല. എന്തായാലും സ്പെയർ താനോസ് ഒക്കെ തൊട്ടടുത്ത് നിൽക്കുന്ന LXലെ മെമ്പേഴ്സ് ആൻഡ് ആഷസ് തമ്മിലുള്ള ഫൈറ്റ് നടക്കാൻ ചാൻസ്. LX ആൻഡ് ആഷസിൻ്റെ ഫൈറ്റ് നോക്കാം നമുക്ക്. ആഷസ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. LXലെ മെമ്പേഴ്സ് കയറി വരുന്നുണ്ട്. LX ഹൂളിഗൻ, ആഷസ്, റീജ എല്ലാം അവിടെ ഓടി വരുന്നുണ്ട്. അപ്പം MTX ജോക്കർ അവിടെ ഗ്രൗണ്ട് സീറോമായിട്ടുള്ള ഫൈറ്റ് ആണെങ്കിലും ബ്രൂട്ടലിൻ്റെ ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. ഈവോ ബംബിൾ ബീനെയൊക്കെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഫൈറ്റ് ഇവിടെ നടക്കുന്നത് നോക്കാം. അപ്പോൾ ഈവോ ടീമിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഫൈറ്റ് ഈവോ ബംബിൾ ബി ഒക്കെ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. ഗ്രോസയൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ബ്രൂട്ടലിൻ്റെ ഫ്ലെയിം അവിടെ ബംബിൾ ബീനെ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഈവോയിലെ എഫ് സി അവിടെ ഉണ്ട്. എഫ് ആയിട്ടുള്ള കില്ലുവ ഗ്രൗണ്ട് സീറോ അവിടെ MTXുമായിട്ടുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട്. ബ്രൂട്ടലിലെ മെമ്പേഴ്സിൻ്റെ ഫൈറ്റ് ഇവിടെ നടക്കുന്നുണ്ട്. ബ്രൂട്ടൽ ടെക്സ്റ്റർ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. ബ്രൂട്ടൽ ഫ്ലെയിം ഒക്കെ അവിടെ കയറി ചെല്ലുന്നുണ്ട്. ഈവോ പ്രിൻസിനെ അവിടെ ഡൗൺ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പെപ്സി അല്ല എഫ് സി അവിടെ വെയിറ്റ് ഉണ്ട്. ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സ് ഓരോന്നായിട്ട് ഡൗൺ ആകുന്നുണ്ട്. ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സിന് നല്ല അട്ടി കിട്ടുന്നുണ്ട്. ആ ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. MTX ടീമും തമ്മിലുള്ള ഫൈറ്റാണ് നടക്കുന്നത്. അപ്പോൾ ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സ് എല്ലാം എലിമിനേറ്റ് ആയിട്ടുണ്ട് ആദ്യം തന്നെ. ബ്രൂട്ടൽ ടീം ഇവിടെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡെക്സ്റ്ററിനെ റിവൈവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. FC അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും FC അവിടെ ബ്രൂട്ടൽ ഫ്ലെയിമിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. FC അവിടെ ഹീൽ ബാക്ക് ചെയ്തിട്ടുണ്ട്. ഇവോ ആസാസിൻ നല്ല ദൂരെ നിന്ന് ഫ്ലാങ്ക് ചെയ്ത് വരുന്നുണ്ട്. DC കില്ലർ അവിടെ LXലെ ഹുളിഗനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ DCയുടെ ഫൈറ്റിലേക്ക് പോകാൻ നമുക്ക്. DC കില്ലർ അവിടെ ഹൂളിഗനെയൊക്കെ ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു സംഭവം എന്നറിയത്തില്ല. എന്തായാലും വളരെ മോശം, നമ്മുടെ PUBG വളരെ മോശം, PUBG മോശം എന്ന് പറയാം. സ്ക്രീൻ ഫ്രീസിങ് ആണ് ഈ അടുത്ത 2 ദിവസങ്ങളിലായിട്ട് എനിക്ക് തോന്നുന്നു. എല്ലാവരും ഇപ്പോൾ ഇതായിട്ട് നിൽക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു സ്ക്രീൻ ഫ്രീസിങ്. ടീ കോഡ് ഉയരുന്നൊക്കെ നമ്മൾ മാർക്സ്മാൻ മീഡിയ പറയുന്നുണ്ടായിരുന്നു. ഒരു രക്ഷയില്ല, മാർക്സ്മാൻ മീഡിയ അവിടെ കയറി വരുന്നുണ്ടായിരുന്നു. മാർക്സ്മാൻ മീഡിയ അവിടെ നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട് നമുക്ക്. ടീ കോഡിന് സപ്പോർട്ടുമായിട്ട് സന്ദീപ് നീലമന എത്തിയിട്ടുണ്ട്. അതേമാതിരി തന്നെ മാർക്സ്മാൻ മീഡിയ എത്തിയിട്ടുണ്ട്. ബാക്കി നോക്കാം നമുക്ക്. മാച്ചിലേക്ക് തിരിച്ചു കയറി കഴിയുമ്പോൾ എന്താണ് സംഭവം എന്നറിയേണ്ടതാണ്.
നമ്മൾ വീണ്ടും തിരിച്ച് കയറി ചെല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ കയറി എത്തിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ റൂമിന് എന്തോ ഗ്ലിച്ച് ഉണ്ടെന്ന് തോന്നുന്നു ഗായ്സ്. അപ്പോൾ എനിക്ക് എന്തായാലും ഇതിപ്പോൾ 3ാമത്തെ തവണയാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ റൂമിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ബ്രൂട്ടൽ വൂൾഫ് അവിടെ ഡൗണിൽ PX മെമ്പേഴ്സ് അവിടെ ഓരോന്ന് പറയുന്നത് MTX ടീം PX മെമ്പേഴ്സുമായിട്ടുള്ള ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്പെക് MTX എന്ന് പറയുന്നുണ്ടായിരുന്നു. PX മെമ്പേഴ്സ് അവിടെ MTX ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് എവിടെ നോക്കാം. ഓക്കെ, അതിലേക്ക് പോകാം നമുക്ക്. അബ്സോർവർ PX കാണാം. അബ്സോർവർ PX അവിടെ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. അപ്പം അതേമാതിരി തന്നെ റൂം ഗ്ലിച്ച് ഭയങ്കരമാണ് ഗായ്സ്. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് 80 MS ഒക്കെ ഉള്ളതാണ്. പക്ഷേ റൂം ഗ്ലിച്ച് ഭയങ്കരമാണ്. ഒന്നും മനസ്സിലാവുന്നില്ല എനിക്ക്. ടീം നമ്പർ 9 ഒക്കെ അവിടെ കാണുന്നുണ്ട്. ചേഞ്ച് ചെയ്ത് നോക്കട്ടെ. ലോഡായി വരുന്നില്ല ഒന്നും. പങ്ക് PX ഒക്കെ അവിടെ നിൽക്കുന്നത് കാണാം. MTX ജോക്കറിനെ നോക്കുകയാണെങ്കിൽ MTX ജോക്കറും ഈവിളൊക്കെ അവിടെ ഓടി നടക്കുന്നേ ഉള്ളൂ. MTX ഈവിൾ ഡൗൺ ആണ്. ഈവിൾ അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്ന നല്ല ഭയങ്കരമായിട്ടുള്ള ഗ്ലിച്ചാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. MTX കുട്ടൂസ് അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. PX ബാക്കി മെമ്പേഴ്സ് നമ്മുടെ ഡ്യൂഡ് PX പങ്കർ അബ്സോർവറിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. MTX സ്മോക്കി നല്ലൊരു ഫ്ലാങ്കിങ് നടത്തുന്നുണ്ട്. അപ്പോൾ സ്മോക്കി കയറി ചെല്ലാൻ ശ്രമിക്കുന്നുണ്ട്. MTX ടീമിൻ്റെ ഫൈറ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുണ്ട്. ഈവിൾ അവിടെ റിവൈവ് ആയിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ ഫൈറ്റ് കാണിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഗ്ലിച്ചിൻ്റെ കുഴപ്പം കൊണ്ട് തന്നെ അവർ ഡൗൺ ആകുന്നതായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ബാക്കി ഫൈറ്റുകളെല്ലാം നമ്മൾ മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ടോപ്പ് ഓഫ് ദ വ്യൂവും അല്ലാത്ത വ്യൂ എല്ലാം നോക്കി നമ്മൾ ഫൈറ്റ് കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സാനോക്ക് ആയ കാരണം തന്നെ ഈ മരങ്ങൾക്കിടയിലൂടെ കാണിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. എങ്കിലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് നല്ലൊരു വ്യൂ കിട്ടാനായിട്ട്. ഇപ്പോൾ ഡ്യൂഡ് PX അവിടെ സ്മോക്കിനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. കുട്ടൂസിന് നല്ല ഡാമേജും കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പങ്ക് അവിടെ നിന്ന് നല്ല റൊട്ടേഷൻ എടുത്തിട്ടുണ്ട്. MTX ഈവിൾ അവിടെ വരുന്നുണ്ട്. ഈവിളിന് നല്ല ഡാമേജ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഷസാമിന് നല്ല ഡാമേജും അതിൻ്റെ ഇടയ്ക്ക് കിട്ടിയിട്ടുണ്ട് ആ ഫൈറ്റിൻ്റെ ഇടയിൽ. അപ്പോൾ DC ഫൈറ്റ് അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. DC ടീഗോഡിനെ കാണിക്കാൻ പറയുന്നുണ്ട്. ബ്രോസ് ടീഗോഡിനെ കാണിക്കാൻ ഇതിനൊരു സാവകാശം തരുന്നില്ല ഇവരാരും. ടീഗോഡ് എവിടെ? ടീഗോഡ് അപ്പോൾ ഡ്യൂഡിലെ മെമ്പേഴ്സ് എല്ലാം അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഫൈറ്റിലേക്ക് പോകാം. നമ്മുടെ ആസ്ട്രോ താനോസിൻ്റെ ഒക്കെ ഫൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ ജസ്റ്ററൊക്കെ അവിടെ മോളിക്കകത്തേക്ക് നിന്ന് പടഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. DC മെമ്പേഴ്സ് അവിടെ 15 മെമ്പേഴ്സ് അവിടെ ഒരു ഫൈറ്റ് വിൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും DC ആൻഡ് ബ്ലൈൻഡിൻ്റെ ഫൈറ്റ് അവിടെ നടക്കുന്നത്. ടോഗിലെ മെമ്പേഴ്സ് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ടീം നമ്പർ 20 ടീഗോഡിലെ മെമ്പേഴ്സിനെ നോക്കാം. ടീഗോഡിലെ മെമ്പേഴ്സ് എനിക്ക് തോന്നുന്നു പൈനാൻ ഏരിയ എന്ന് തോന്നുന്നു കണ്ടിട്ട്. പൈനാൻ ഏരിയ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. യെസ്, ഓഫ് കോഴ്സ് പൈനാൻ ഏരിയയിൽ അവർ ഓടി കളിച്ച് നടക്കുന്നുണ്ട്. പൈനാൻ ഏരിയയിൽ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അവർക്ക് വലിയ വെല്ലുവിളികളും കാര്യങ്ങളൊന്നും ഇല്ലാതെ അവർ അവിടെ ഹോൾഡ് ചെയ്യുന്നു. WTF മെമ്പേഴ്സിനെ അവിടെ കാണുന്നുണ്ട്. പക്ഷേ ടീഗോഡിന് കുഴപ്പമൊന്നുമില്ല. അവരെല്ലാം സേഫാണ് തൽക്കാലം. അപ്പോൾ DC ആൻഡ് നമ്മുടെ DC മെമ്പേഴ്സ് അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. DC കരനൊക്കെ അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ട്. DC കില്ലർ അവിടെ റിവൈവ് ആയിക്കൊണ്ടിരിക്കും. കരൻ അവിടെ റിവൈവ് ആയിട്ടുണ്ട്. IV ഫയർ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. ബ്ലൈൻഡിലെ മെമ്പേഴ്സ് അവിടെ കയറി ചെല്ലുന്നുണ്ട്. ആഷസ് 2EC അവിടെ ഡൗൺ ആയിട്ടുണ്ട്. അപ്പം ബ്ലൈൻഡിലെ മെമ്പേഴ്സ് അവിടെ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. ബ്ലൈൻഡിലെ മെമ്പേഴ്സ് ഫൈറ്റ് എടുക്കാൻ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബ്ലൈൻഡിലെ മെമ്പേഴ്സ് കയറി ചെന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് DC മെമ്പേഴ്സിനെതിരെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കും. DC ഫയറൊക്കെ അവിടെ വയ്ക്കുന്നേ ഉള്ളൂ കണ്ടിട്ട്. എന്താ സീനൊന്നും മനസ്സിലാവുന്നില്ല തൽക്കാലത്തേക്ക്. അപ്പോൾ DCയിലെ 2 മെമ്പേഴ്സ് ഒരു മതിൽക്കെട്ടുകൾക്ക് അപ്പുറമാണ് നിന്നത്. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവാതെ പോയത്. എന്തായാലും ബ്ലൈൻഡിലെ മെമ്പേഴ്സ് നമ്മുടെ DC കില്ലറൊക്കെ അവിടെ സ്പോട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. DC കില്ലറിൻ്റെയൊക്കെ ഇപ്പോൾ IV ഫയർ അവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സീനിയർ XP അവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ DC കില്ലർ അവിടെ ഹോൾഡ് ചെയ്തിരിപ്പുണ്ട്. എന്തായാലും DC കില്ലർ ബാക്കി മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് നീടും കാര്യങ്ങളൊക്കെ വീഴുന്നുണ്ട്. എന്തായാലും അവിടെ തൊട്ടടുത്ത് തന്നെ നീഡ് എറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ വീണിട്ടുണ്ട്. എന്തായാലും മനോഹരമായ നീഡുകൾ. ബ്ലൈൻഡിലെ സീനിയർ XP ഒക്കെ അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അവരുടെ പോയിൻ്റ് ഓഫ് വ്യൂ നോക്കാം, എന്താണ് അവരുടെ സിറ്റുവേഷൻ നോക്കാം. ബ്ലൈൻഡിലെ മെമ്പേഴ്സ് അവിടെ കയറിയിട്ട് ഒരു ഫയറിങ് ചെയ്തിട്ടുണ്ട്. DC ഷീൻ അവിടെ എത്തുന്നുണ്ടായിരുന്നു. DC ഷീനുമായിട്ടുള്ള ഫൈറ്റാണ് അവിടെ നടന്നിരിക്കുന്നത്. ബ്ലൈൻഡ് വില്യംസിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ബ്ലൈൻഡ് ഇവോസിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ബ്ലൈൻഡിനെതിരെ ഫയർ കൊടുത്തിട്ടുണ്ട്. ഇവോസിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്യുക. IV ഫയർ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഈ ബ്ലൈൻഡ് ടീമിനെ അവിടെ കംപ്ലീറ്റ് ആയിട്ട് DC ടീം വൈപ്പ് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് തന്നെ DC കില്ലർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. LX ക്രഷർ അവിടെ ഒറ്റയ്ക്ക് ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു.
ബ്ലൈൻഡ് ടീം അവിടെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ആയിട്ടുണ്ട്. ഷോ പി എക്സ് എന്ന് പറയുന്നുണ്ട്. പി എക്സിനെയാണ് ബ്രോ ഇപ്പോൾ ഷോ ചെയ്തത്. പി എക്സിന് ജസ്റ്റ് ആഷസ് അലൈവ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആഷസ് ക്യാപ്റ്റൻ ആഷസിന് നോക്കാം ബ്രോ. ജസ്റ്റ് ഹോൾഡ് ഓൺ 1 സെക്കൻഡ്. 1x സ്പെയർ ഓവറാൾ നോക്കാം. ആഷസ് യെസ് നോ ബ്രോ, ആഷസിലെ മെമ്പേഴ്സ് ഫിനിഷ് ആയിട്ടുണ്ട്. ആഷസ് ബ്ലൈൻഡ് ഫിനിഷായ മെമ്പേഴ്സ് പറയാം. വാർഗോഡ്, ബ്ലൈൻഡ്, ആഷസ് ആൻഡ് ബെയിൻ, ക്ലൈറ്റോപ്പി, ഇവോ ടീം, SN4, ZRM, MTX, ഗ്രൗണ്ട് സീറോ, ഫിനിക്സ് എന്നീ ടീമുകളാണ് ഫിനിഷ് അയക്കുന്നത് തൽക്കാലം. ബാക്കി മെമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ SN4 ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. DC ടീമിൻ്റെ അടുത്ത് LXലെ ഒരു മെമ്പറുണ്ട്. LXലെ മെമ്പേഴ്സുമായിട്ടുള്ള ഫറ്റീഗോഡ് അവിടെ പൈനാൻ ഏരിയയിൽ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അതേമാതിരി തന്നെ ഇബ്ലീസ്, റെഡക്സിലെ മെമ്പേഴ്സ് അവിടെ സോണിൽ കയറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ടീം നമ്പർ 16 അടുത്ത് ടീം നമ്പർ 10 അവിടെ ഉണ്ട്. 10-ഉമായിട്ടുള്ള ഫൈറ്റ് എപ്പോൾ ആണെങ്കിലും നടക്കാൻ ചാൻസ് ഉണ്ട്. 10-നെ നോക്കാം. 10-ലെ മെമ്പർ D4M-ലെ മെമ്പേഴ്സാണ്. B4M-ലെ മെമ്പേഴ്സുമായിട്ടുള്ള ഫൈറ്റ് നടക്കാൻ LMX ടീമും അവിടെ ഫൈറ്റ് എടുക്കാൻ ചെല്ലുന്നിട്ടുണ്ട്. LMX ടീമും അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിപ്പുണ്ട്. എംപറർ അവിടെ ഫയർ കൊടുക്കുന്നുണ്ട്. ആൻഡ് ചാക്ലർ, റിയാസ് B4M-നെ ഡൗൺ ചെയ്തിട്ടുണ്ട്. എന്തായാലും SEOML അവിടെ നല്ല ഫയർ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. SEOML അവിടെ ചേസ് കില്ലർ ആയിരുന്നു തോന്നുന്നു. റെഡക്സ് ടീം എത്തിയിട്ടുണ്ട്. അപ്പോൾ 4 ടീമുകൾ തമ്മിലുള്ള ഫൈറ്റാണ്. LMX ടീമുണ്ട്, B4M ഉണ്ട്, AKC ഉണ്ട്, അതേമാതിരി തന്നെ നമ്മുടെ റെഡക്സിലെ മെമ്പേഴ്സ് ഉണ്ട്. അവർ തമ്മിലുള്ള ഫൈറ്റാണ് നടക്കുന്നത്. ചേസ് കില്ലർ ഓൾറെഡി ഡൗൺ ആയിട്ടിരിക്കുകയാണ്. ടീം SEOML ഡിസ്പാറ്റർ B4M-ലെ 2 മെമ്പേഴ്സിന് നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. LMX-ലെ മെമ്പേഴ്സ് കയറി വരുന്നുണ്ട്. അതേപോലെ AKC മെമ്പേഴ്സ് അവിടെ ഓടി നടക്കുന്നുണ്ട്. LMX റെഡക്സിലെ മെമ്പേഴ്സ് അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. എന്തായാലും AKC, രാജ, സൈക്ലോ എല്ലാം ഇപ്പോഴും ഹോൾഡ് ചെയ്തു. SEOML ചേസ് കില്ലറിൻ്റെ കില്ല് അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. എന്തായാലും മനോഹരമായിട്ട് തന്നെ. അതേമാതിരി AKC മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് ഡിസ്പാറ്റർ അവിടെ കയറി. ഡിസ്പാറ്ററിന് നല്ല ഡാമേജ് കൊടുത്ത് AKC ക്രൈലോ അവിടെ ഡൗൺ ചെയ്തേക്കുന്നത്. ഷോ ദ ലിസ്റ്റ് ഓഫ് ടീംസ് അലൈവ് എന്ന് പറയുന്നുണ്ട്. DG ടീം മെമ്പേഴ്സ് അലൈവ് ആയിട്ടുള്ളത് എന്തായാലും ഫുൾ മെമ്പേഴ്സിനെ നമുക്ക് കാണിക്കാം. നമ്മുടെ PX ടീമുണ്ട്, ഫ്ലോക്ക് റെഡക്സ് ടീമുണ്ട്, WTF ഉണ്ട്, 1x 2 ഉണ്ട്, ബ്രൂട്ടൽ ഉണ്ട്. നമ്മുടെ ടീം നമ്പർ 10 B4M-ലെ മെമ്പേഴ്സ് ഉണ്ട്. സ്പെയറിലെ മെമ്പേഴ്സ്, AKC മെമ്പേഴ്സ്, NOT മെമ്പേഴ്സ്, LMX, T-Code ആൻഡ് DEC മെമ്പേഴ്സ് എല്ലാം ലൈവ് ആയിട്ടുണ്ട്. അപ്പം ബാക്കി മെമ്പേഴ്സ് എല്ലാം അവിടെ നമുക്ക് സോണിൽ കയറണം. 1x-ലെ മെമ്പേഴ്സ് സോണിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ടീം നമ്പർ 24-നെ കാണാം. നമ്മുടെ റെഡക്സിലെ മെമ്പേഴ്സ് ഓടിക്കൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ സോൺ ഒന്ന് നല്ലൊരു ഷിഫ്റ്റാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സോൺ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ബാക്കി മെമ്പേഴ്സ് എല്ലാം സോണിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രൂട്ടൽ ടീം അവിടെ സോണിൽ കയറിയിട്ടുണ്ട്. സ്പെയർ ടീം അവിടെ സോണിൽ കയറിയിട്ടുണ്ട്. ടോക്ക് ടീം അവിടെ സോണിൽ കയറിയിട്ടുണ്ട്. PX ടീം അവിടെ സോണിൽ കയറിയിട്ടുണ്ട്. PB ടീം നമ്മുടെ പീക്കി ബൈൻഡർ റെഡക്സ് ടീം അവിടെ സോണിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. LMX-ലെ മെമ്പേഴ്സ് സോണിൽ പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവർ സോണിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഷോ PX എന്ന് പറയുന്നുണ്ട്. PX-ലെ മെമ്പേഴ്സിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. PX-ലെ മെമ്പേഴ്സ് ഡ്യൂട്ട് PX ഒക്കെ അവിടെ ഓടുന്നേ ഉള്ളൂ. ഡ്യൂട്ട് PX-നെയൊക്കെ നോക്കുവാണെങ്കിൽ ഡ്യൂട്ട് PX അവിടെ ഓടി നടക്കുന്നേ ഉള്ളൂ. തൊട്ടപ്പുറത്ത് LMX ഇഗ്നൈറ്റ് B4M-ലെ ഡിസ്പാറ്ററിനെ അവിടെ ഡൗൺ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ LMX-ലെ മെമ്പേഴ്സിൻ്റെ ഫൈറ്റ് അവിടെ നടക്കുന്നേ ഉള്ളൂ. LMX ഇഗ്നൈറ്റ് അവിടെ സോണിൻ്റെ ഡാമേജ് കിട്ടി. ഇപ്പോൾ മിക്കവാറും തീരെ ഡിം ആകും എന്ന് തോന്നുന്നു. കണ്ടിട്ട് ഇല്ല, എന്തായാലും ഡിം ആയില്ല. 1 HP-യിൽ എന്തായാലും ഹീൽ ചെയ്തിട്ടുണ്ട്. ഇഗ്നൈറ്റ് എന്തായാലും മനോഹരമായിട്ട് തന്നെ. അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് ഫൈറ്റുകളൊക്കെ നടക്കുന്നുണ്ട്. AKC ടീം ഇപ്പോഴും അവിടെ വെയിറ്റ് ചെയ്യുന്നത്. LMS-ൻ്റെ ബാക്കി മെമ്പേഴ്സിന് സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവർ സോണിൽ കയറിയോ ഇല്ലയോ എന്നുള്ള അറിയത്തില്ല. എന്തായാലും LMX മെമ്പർ അവിടെ ഇപ്പോഴും ഇഗ്നൈറ്റ് അവിടെ ഇപ്പോഴും ഹോൾഡ് ബാക്ക് ചെയ്യുന്നേ ഉള്ളൂ. ബാക്കി LMX-ലെ മെമ്പേഴ്സ് അവിടെ സോണിൽ കയറിയിട്ടുണ്ട്. ഫ്ലെയർ ഒക്കെ അടിക്കുന്നുണ്ട്. DC മെമ്പേഴ്സ് അതിൻ്റെ ഇടയ്ക്ക്. അതോടൊപ്പം തന്നെ നമ്മുടെ LX-ലെ ബാക്കി മെമ്പേഴ്സ്, LX ആണോ NOT ആണോ ആണെന്ന് തോന്നുന്നു. NOT മെമ്പേഴ്സ് അവിടെ സോണിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. തൊട്ടിപ്പുറത്ത് PX-ലെ മെമ്പേഴ്സ് ആൻഡ് റെഡക്സ് തമ്മിലുള്ള ഫൈറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. PX ആൻഡ് റെഡക്സ്, സോൾ റെഡക്സ് അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സോൾ റെഡക്സ് അവിടെ നോക്കുകയാണെങ്കിൽ അവിടെ PX-ലെ പങ്ക് PX അവിടെ ഡൗൺ ആണ്. അതേമാതിരി ഫ്ലോക്കി LOB പങ്ക് PX-നെ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഡൗൺ ചെയ്തിട്ടുണ്ട്. PX-ൻ്റെ അടുത്ത് ഷസാം അവിടെ കയറിച്ച് വരുന്നുണ്ട്. റിവൈവ് ചെയ്യാനുള്ളതായിരുന്നു. ഫ്ലോക്കി അവിടെ നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്കി റെഡക്സിലെ മെമ്പേഴ്സ് സോണിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പങ്ക് അവിടെ കയറി വരുന്നുണ്ട്. അപ്പോൾ സ്മോക്കോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. സ്മോക്കൊന്നും ഇല്ലാതെ കയറി വരികയാണ്. പങ്കിനെ അവിടെ ഇൻസ്റ്റൻ്റായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷസാം ആൻഡ് ഡൂട്ട് PX അവിടെ ഇപ്പോഴും വെള്ളി ചെയ്തിരിക്കുന്നത്. ടീം നമ്പർ 24 DC ടീം അവിടെ സീനിലെത്തിയിട്ടുണ്ട്. DC ആൻഡ് റെഡക്സ് തമ്മിലുള്ള ഫൈറ്റ് ഫിനിഷ് ചെയ്യാൻ IV കില്ലർ അവിടെ റെഡക്സിലെ ഓരോ മെമ്പർ, സോൾ റെഡക്സ് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. അതേമാതിരി തന്നെ റെഡക്സിലെ ബാക്കി മെമ്പേഴ്സ് എന്ന് വെച്ചാൽ 2 മെമ്പേഴ്സ് അവിടെ സോൾ റെഡക്സിൻ്റെ കില്ല് അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. IV ഫയർ, അത് തന്നെ പീക്കി ബ്ലൈൻഡർ റെഡക്സ് ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഷസാം PX-ലെ മെമ്പേഴ്സ് അവിടെ ഇപ്പോഴും നിൽക്കുന്നേ ഉള്ളൂ. T-Code എന്ന് പറയുന്നുണ്ട്. T-Code ഇപ്പോഴും ലൈവാണ് ബ്രോ. T-Code-ന് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ റെഡക്സിലെ ബാക്കി മെമ്പേഴ്സ് അവിടെ ലൈവായിട്ട് നിൽക്കുന്നുണ്ട്. DC മെമ്പേഴ്സ് ഇപ്പോഴും ലൈവായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ 11 ടീമുകളിലായിട്ട് 33 മെമ്പേഴ്സാണ് ഇത് ഇപ്പോൾ ലൈവായിട്ടുള്ളത്. അപ്പം 1x-ലെ മെമ്പേഴ്സ് അവിടെ നിന്നുള്ള സോണിൻ്റെ ഡാമേജ് ഒക്കെ കിട്ടി കയറി വരുന്നുണ്ട്. അപ്പം DC മെമ്പേഴ്സ് നമ്മുടെ റെഡക്സിലെ മെമ്പേഴ്സ് തമ്മിലുള്ള ഫൈറ്റ് ഇപ്പോൾ നടക്കാൻ ചാൻസ്. LMX-ൻ്റെ ടീം അവിടെ ഏരിയയിൽ നിൽക്കുന്നുണ്ട്. പൈനാൻ ഏരിയയിൽ തന്നെ ബാക്കി മെമ്പേഴ്സും ഉണ്ടായിരുന്നു. നമ്മുടെ T-Code-ൻ്റെ മെമ്പേഴ്സ്, T-Code-ലെ മെമ്പേഴ്സ് ഈ ഏരിയയിൽ തന്നെ ഉണ്ട്. ബ്രൂട്ടൽ റൈസനൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ DC മെമ്പേഴ്സ് ആൻഡ് റെഡക്സ് തമ്മിലുള്ള ഫൈറ്റാണ്. റെഡക്സിലെ ഒരു മെമ്പേഴ്സിനെ കൂടെ IV ഫയർ ഡൗൺ ചെയ്തിട്ടുണ്ട്.
റെഡക്സിനെ കംപ്ലീറ്റ് ആയിട്ട് അവിടെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. AKC ടീം അവിടെ സോണിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. 1Xൽ മുമ്പേഴ്സ് അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. DC കില്ലറിനെ ഡ്യൂട്ട് PX അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തായിരുന്നു. ഡ്യൂട്ട് PXനെ IV ഫയർ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷെസാം അവിടെ എത്തുന്നുണ്ട് 1PXലെ മെമ്പറിനെ റിവൈവ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് അറിയത്തില്ല. എന്തായാലും കില്ലർ അങ്ങോട്ട് മുന്നോട്ട് കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഷെസാമിന് ഫയർ കൊടുക്കാൻ ശ്രമിച്ചു. 1Xലെ മെമ്പേഴ്സ് എക്സ്ട്രീം റൊട്ടേഷൻ എടുത്തിട്ടാണ് സോണിൻ്റെ ഡാമേജ് ഒക്കെ എടുത്ത് കയറി വരുന്നത്. അപ്പോൾ AKC രാജ അവിടെ സോണിൽ കയറിയിട്ടുണ്ട്. AKC രാജനെ സ്പോട്ട് ചെയ്ത് ഫയർ എടുക്കാൻ ചാൻസ് ഉണ്ട് DC ഷീൻ. അപ്പോൾ DC കില്ലറിനെ റിവൈവ് ചെയ്യാനായിട്ട് IV ഫയർ കയറി വരുന്നുണ്ട്. അപ്പോൾ ഡ്യൂട്ട് PX അവിടെ റിവൈവ് ആയിട്ടുണ്ട്. അപ്പോൾ DC കരൺ അവിടെ BRDM ഒക്കെ എടുത്ത് നിൽപ്പുണ്ട്. AKC സൈക്ലോ അവിടെ ഫയർ എടുക്കാൻ ചാൻസ് ഉണ്ട്. DC കരണിന് എന്തായാലും DC കരൺ അവിടെ ഓടി ചെല്ലുന്നുണ്ട്. നമ്മുടെ ടീഗോഡിലെ മെമ്പേഴ്സിനെ നോക്കാം. ടീഗോഡിലെ മെമ്പേഴ്സ് ഇവിടെ കോമ്പൗണ്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. NON മെമ്പേഴ്സ് അവിടെ കയറി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്രൂട്ടൽ ടീം അവിടെ കയറി വന്നിട്ടുണ്ട്. ബ്രൂട്ടൽ ടീം അവിടെ തേർഡ് പാർട്ടി എടുക്കുന്നുണ്ട്. NOT മെമ്പേഴ്സിനെ എതിരെയാണെന്നുള്ളത് LMX ഇഗ്നൈറ്റ് ഒക്കെ അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും സ്പെയറിലെ മെമ്പേഴ്സും ആ ഫൈറ്റിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. ബ്രൂട്ടലിലെ മെമ്പേഴ്സിനെയൊക്കെ ഡൗൺ ചെയ്യുന്നുണ്ട്. സ്പെയറിലെ മെമ്പേഴ്സ് LMX ID 1X യേതുവിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. നോൺ ജസ്റ്റർ അവിടെ ബ്രൂട്ടൽ റൈസിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. എന്തായാലും ബ്രൂട്ടൽ ടീം ഡ്യൂട്ട് ടീം അപ്പോൾ 9 ടീമുകളായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആരെ സ്പെക്ക് ചെയ്യണമെന്നൊന്നും മനസ്സിലാകുന്നില്ല. എന്തായാലും DC ടീമിൻ്റെ അടുത്തേക്ക് പോകാം. ഇത് ഹാങ് ആവാതിരുന്നാൽ മതി, നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ നീഡുകളൊക്കെ വലിച്ചെറിയാൻ ശ്രമിക്കുന്നുണ്ട് DC മെമ്പേഴ്സ്. ഡ്യൂട്ട് PXൻ്റെ നെയ്ഡ് മനോഹരമായ ഒരു നെയ്ഡിലൂടെ ഡ്യൂട്ട് PXനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അത് ഇതേ സമയം കയറി പുഷ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും DC മെമ്പേഴ്സ്. ടീഗോഡ് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഈ ഫ്ലൈറ്റിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട് DC മെമ്പേഴ്സ്. DC കാരൻ അവിടെ കയറിയിട്ടുണ്ട്. ഒരു BRDM കിട്ടിയെന്ന് വെച്ച് BRDM വെച്ച് കയറി പോകാൻ DC ഷെസാമിൻ്റെ അടുത്ത് ഒരു നെയ്ഡൊക്കെ വന്ന് വീണിട്ടുണ്ട്. ഷെസാം ഇങ്ങേറ്റത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും ഷെസാം ഇങ്ങേറ്റത്ത് എത്തിയേക്കുന്നിടത്ത് DC കില്ലർ DC ഷീനെല്ലാം കയറി ചെന്നിട്ടുണ്ട്. അപ്പോൾ NOT പോയിസൺ അവിടെ സ്പെയർ താനോസിൻ്റെ ഉണ്ട്. DC മെമ്പേഴ്സ് അവിടെ PXലെ മെമ്പേഴ്സിനെ ഓരോന്നേരം ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൊട്ടടുത്ത് ടീഗോഡിൻ്റെ അടുത്തേക്ക് പോകാൻ ടീഗോഡിലെ മെമ്പേഴ്സ് അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ബ്രൂട്ടൽ ടീം ആൻഡ് LX ടീമിനെതിരെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും തൊട്ടടുത്ത് നോക്കാം. LX നിഞ്ചേനെ ടീഗോഡ് KLRJ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ടീഗോഡിനെ ആകെ കിട്ടിയേക്കുന്ന കില്ല് ഇതുവരെ 1. അപ്പോൾ തൊട്ടടുത്ത് ബ്രൂട്ടൽ ടീമുണ്ട്. AKC സൈക്ലോ അവിടെ വെള്ളത്തിലുണ്ട്. അപ്പോൾ 7 ടീമുകളിലായിട്ട് 22 മെമ്പേഴ്സാണ് ഇലവായിട്ടുള്ളത്. അപ്പോൾ ബ്രൂട്ടൽ ടീമിൻ്റെ ഫൈറ്റ് അവിടെ നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ടീം സ്പെയറിനെ അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ബ്രൂട്ടൽ ടീം സ്പെയറിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ടീഗോഡിലെ മെമ്പേഴ്സ് ഇവിടെ ഹോൾഡ് ചെയ്യുന്നേ ഉള്ളൂ. തൊട്ടപ്പുറത്ത് നമ്മുടെ LMX ടീമിനെ കാണാം, DC ടീമിനെ കാണാം. അപ്പം മൊത്തം ഇത്രയും മെമ്പേഴ്സാണ് ടോട്ടലി ഉള്ളത്. അപ്പോൾ WTF ടീം ഉണ്ട്. WTF ടീം എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ WTF സോണിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇവരുടെ എല്ലാ അടുത്തൂടെ സോണിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നുള്ളൂ. മറ്റൊരു ആംഗിളിൽ കൂടെ കയറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. AKC സൈക്ലോ അവിടെ കയറുന്നത്. യെസ്, ഇവിടാണ് WTF ടീം. WTF ഓക്കെ. AKC നമ്മുടെ ടീഗോഡിലെ മെമ്പേഴ്സ് ഇൻറ്റൻസ് ആയിട്ട് ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. DC ഷീൻ അവിടെ ടീഗോഡ് കിങ്ങിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. DC എത്തിയിട്ടുണ്ട്. DC ആൻഡ് ടീഗോഡിൻ്റെ ഫൈറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടീഗോഡിലെ ടെൻസ് അവിടെ ഡൗൺ ആണ്. ടീഗോസിൽ രാവൺ അവിടെ കയറുന്ന ടീഗോഡിലെ ബാക്കി ഒരു മെമ്പർ കൂടെ ഒക്കെ KLRJ ആണെന്ന് തോന്നുന്നു. KLRJ അവിടെ കയറി ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. DC രാവൺ അവിടെ കയറി ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. രാവൺ അവിടെ DCയിൽ ഓരോരോ മെമ്പറിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. രാവൺ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ട് KLRJ അവിടെ ഷീനെതിരെ ഫയർ കൊടുക്കുന്നുണ്ട്. ഷീനെ കൂടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്യുന്നതോടുകൂടി DCയിലെ മെമ്പേഴ്സ് എല്ലാം ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇതെന്താണ് പടക്കം പൊട്ടുന്നത് മാതിരി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. WTFലെ മെമ്പേഴ്സ് അവിടെ തിരുത്തര പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ DC മെമ്പേഴ്സ് എല്ലാം നമ്മുടെ ടീഗോഡിലെ മെമ്പേഴ്സിനെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. WTFലെ മെമ്പേഴ്സ് തമ്മിലുള്ള ഫൈറ്റാണ് നടക്കുന്നത്. WTF ആൻഡ് ബ്രൂട്ടലിൻ്റെ ഫൈറ്റാണ് നടക്കുന്നത്. ബ്രൂട്ടൽ ഫ്ലെയിം ഇപ്പോഴും നല്ല ദൂരത്തിലാണ് നിൽക്കുന്നത്. തൽക്കാലം ഒരു രക്ഷയില്ല. ടീഗോഡിലെ ബ്രൂട്ടൽ വൂൾഫിൻ്റെ അടുത്തേക്ക് ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. WTF ആക്സിയൊക്കെ അവിടെ കയറിക്കൊണ്ടിരിക്കുന്നത്. ബ്രൂട്ടൽ ഫ്ലെയിം ഒക്കെ അവിടെ സോണിൽ കയറാനുള്ള തത്രപ്പാടിലാണ്. ഏകദേശം DC മെമ്പേഴ്സും തൊട്ടടുത്ത് തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. തൊട്ടപ്പുറത്തുനിന്ന് LMXൻ്റെ ഫൈറ്റ്. LMXന് ദൂരെ നിന്ന് ഫുൾ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. WTF ജിപ്സിനെ സ്പോട്ട് ചെയ്തിട്ടാണ് തോന്നുന്നു. ബ്രൂട്ടൽ ഫ്ലെയിം അവിടെ WTF ആക്സിനെ ഡൗൺ ചെയ്തിട്ടാണ്. എന്തായാലും ബ്രൂട്ടലിലെ ജിപ്സി അവിടെ ഒന്ന് ഫോൾ ബാക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് LMX മെമ്പേഴ്സ് അവിടെ സോണിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. DC മെമ്പേഴ്സ് അവിടെ ബ്രൂട്ടൽ ഫ്ലെയിമിനെ സ്പോട്ട് ചെയ്യുമെന്ന് തോന്നുന്നു. ഇടയ്ക്ക് അവിടെ തന്നെ കയറാൻ ചാൻസ് ഉണ്ട്. WTFലെ സാം അവിടെ കയറി വരുന്നുണ്ട്. സ്മോക്ക് ഒക്കെ ഇട്ടിട്ട്. എന്തായാലും ബ്രൂട്ടൽ ഡെക്സ്റ്റർ അവിടെ സ്മോക്കിലേക്ക് നേടും കാര്യങ്ങളും മോളികളും ഒക്കെ എറിയുന്നുണ്ട്. വലിച്ചു വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് സോണാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം 13 പേര് ലൈവാണ്. 4 ടീമുകളിലായിട്ട് WTF, ബ്രൂട്ടൽ ആൻഡ് DC ആൻഡ് അതോടൊപ്പം തന്നെ LMX ടീമാണ് നമുക്ക് ലൈവായിട്ടുള്ളത് തൽക്കാലം. അപ്പോൾ ബാക്കി മെമ്പേഴ്സിനെ നോക്കുകയാണെങ്കിൽ LMXലെ ID സൽവോ ആൻഡ് ഇഗ്നൈറ്റാണ് ലൈവായിട്ടുള്ളത്. DCയിലെ ഷെയ്ൻ കരൺ ആൻഡ് IV ഫയറാണ്. IV ഫയർ കറൻറ്റ്ലി 6 കില്ലെടുത്ത് കഴിഞ്ഞു. LMXലെ ബാക്കി മെമ്പേഴ്സ് എന്ന് പറയാം LMX ഇഗ്നൈറ്റ്, സാൽവോ ആൻഡ് ID ആണ് LMXലെ മെമ്പേഴ്സ്. അപ്പോൾ ബ്രൂട്ടൽ
സോൺ വീണ്ടും ഒന്ന് ക്ലോസിങ് ചെയ്യുന്നുണ്ട്. DC ടീമിന് സോണിൽ എത്തേണ്ടതായിട്ടുണ്ട്. പടക്കം പൊട്ടുന്ന മാതിരി പൊട്ടീരുകൾ നടക്കുന്നുള്ള IV5 ബ്രൂട്ടൽ ഫ്ലെയിമിനെ സ്പോട്ട് ചെയ്ത് ഇൻസ്റ്റൻ്റായിട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. അത് LMX ടീം WTF ജിഫ്റ്റി ബ്രൂട്ടൽ ഫ്ലെയിമിനെ ഇൻസ്റ്റൻ്റായിട്ട് ട്രേഡ് കിൽ അവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി അടിച്ചിട്ടുണ്ട്. WTF എന്തായാലും DCയുടെ കില്ലറിനാണ് കൊണ്ടുപോയേക്കുന്നത്. ബ്രൂട്ടലിൽ വൂൾഫ് അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. LMX ഇഗ്നൈറ്റ് ആൻഡ് ID അവിടെ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. ആരോമൽ വിജയൻ എത്തിയിട്ടുണ്ട്. T-God കിങ് ഈസ് ഇമോഷൻ എന്ന് പറയുന്നുണ്ട്. എന്തായാലും ബ്രോ T-God അവിടെ ഫിനിഷ് ആയി. WTFൻ്റെ മെമ്പേഴ്സിനെ ഓരോന്നോരോന്നായിട്ട് അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ബ്രൂട്ടലിലെ ഡെക്സ്റ്റ് മാത്രം അവിടെ അലൈവ് ആയിട്ടുള്ളത്. ബ്രൂട്ടൽ വൂൾഫിനെ അവിടെ റിവൈവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ DC ടീമിൻ്റെ ഈ ഒരു കോമ്പൗണ്ട് അവർക്ക് നല്ല മനോഹരമായിട്ടുള്ള കവറായിരുന്നു. എന്തായാലും LMXലെ മെമ്പേഴ്സ് വീണ്ടും സോൺ ക്ലോസിന് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നേടും സ്മോക്കും ഒക്കെ എടുത്ത് എറിഞ്ഞ് കയറി ചെല്ലുകയാണ് DC മെമ്പേഴ്സ്. ബ്രൂട്ടലിലെ മെമ്പേഴ്സ് സോണിനുള്ളിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുന്നതാണ്. ബ്രൂട്ടൽ ഡെക്സ്റ്ററിനെതിരെയൊക്കെ LMX ടീം മെമ്പേഴ്സ് ഫയർ കൊടുക്കുന്നുണ്ട്. ബ്രൂട്ടൽ വൂൾഫ് അവിടെ ഡൗൺ ആണെന്ന് തന്നെ ഈ റിവൈവ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ DC ഷീൻ അവിടെ ബ്രൂട്ടൽ വൂൾഫിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആ കില്ല് അവിടെ ട്രേഡ് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത ടോപ്പ് 3 ടീമുകളെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. LMX സാൽവോ വൈറ്റിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. DC ഷീൻ അവിടെ എന്തായാലും IV5 വീണ്ടും ഓരോരോ മെമ്പറിനെ ഷീൻ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഡെക്സ്റ്റർ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. IV5 അപ്പോൾ ഇഗ്നൈറ്റ് അവിടെ ഓൾഡിട്ട് സംസാരിക്കുകയാണ്. DCയിലെ മെമ്പേഴ്സ് ദയവ് ചെയ്ത് അവിടെ ഓൾഡിട്ട് സംസാരിക്കാതിരിക്കുക. അപ്പോൾ DC മെമ്പേഴ്സ് ബ്രൂട്ടലിലെ മെമ്പേഴ്സ് LMXലെ മെമ്പേഴ്സാണ്. LMX സാൽവോ വൈറ്റിനെ കൂടെ അവിടെ റിവൈവ് ചെയ്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ DC IV5 ഒക്കെ അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡെക്സ്റ്റർ ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. DC കറണ്ട് സ്പോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും ഡെക്സ്റ്ററിനെ സ്പോട്ട് ചെയ്യുന്ന അവിടെ ഇൻസ്റ്റൻ്റായിട്ട് ഡെക്സ്റ്ററിൻ്റെ കില്ല് അവിടെ കൺഫേം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സോൺ വീണ്ടും ഒന്ന് ക്ലോസിൻ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താകും സ്ഥിതി എന്നറിയത്തില്ല. നമ്മൾക്കും ഒന്ന് ക്ലോസിനാകാം. അപ്പോൾ നമുക്ക് ക്ലോസിനാകുമ്പോൾ LMXലെ മെമ്പേഴ്സിനെ ബ്രൂട്ടൽ ടീമിലെ മെമ്പേഴ്സിനെ ബാക്കി മെമ്പേഴ്സിനെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് ക്ലോസിനാകുമ്പോൾ ഡെക്സ്റ്ററിന് അവിടെ ഒരു ഡിസഡ്വാൻറ്റേജ് സാധനം തോന്നുന്നു ബ്രൂട്ടലിലെ. എന്തായാലും DC കറണ്ട് IV5 ആൻഡ് ഷീൻ അവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സ്മോക്ക് ഇട്ട് കയറി ചെല്ലാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കവറിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഹൈ റിഡ്ജിൻ്റെ ഡിസഡ്വാൻറ്റേജിലാണ്. IV5 നല്ലൊരു ഡാമേജിലാണ് നിൽക്കുന്നത്. IV5 അടുത്തേക്ക് നല്ല സോണിൽപ്പെട്ട IV5 അവിടെ ഡൗൺ ആയിട്ടുണ്ട്. എന്തായാലും DC ഷീൻ അവിടെ കയറി വരുന്നുണ്ട്. നമ്മുടെ മാക്സിമം ഡാമേജ് ഒക്കെ എടുത്ത IV5 6 കില്ലൊക്കെ എടുത്ത IV5 ആയിരുന്നു. എന്തായാലും അവിടെ ഡൗൺ ആയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ സോണിൽപ്പെട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. IV5 കില്ല് അവിടെ കൺഫേംഡ്. ബ്രൂട്ടൽ അവിടെ സോണിൽ കയറിയിട്ടുണ്ട്. ബ്രൂട്ടലിനെ സ്പോട്ട് ചെയ്ത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ LMX ID അവിടെ ഫിനിഷ് ഇഗ്നൈറ്റ് അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ DC കറണ്ട് DC ഷീൻ ആൻഡ് LMX ID സാൽവോ വൈറ്റി ഇഗ്നൈറ്റ് ആണ്. DC ഷീൻ അവിടെ ഇഗ്നൈറ്റിനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. സാൽവോ വൈറ്റി അവിടെ DC ഷീനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. അതേമാതിരിയാണ് ഇൻസ്റ്റൻ്റായിട്ട് കിൽ കൺഫേം ചെയ്യുന്നത്. അപ്പോൾ DC കറണ്ട് മാത്രം ശേഷിക്കെ LMXലെ ഇഗ്നൈറ്റ് അവിടെ ഡൗൺ ആണ്. സാൽവോ വൈറ്റിയുടെ അടുത്തേക്ക് കയറി ചെല്ലുന്നത്. LMX ID ഇപ്പോഴും ഹോൾഡ് ചെയ്യാണ്. ഇഗ്നൈറ്റിൻ്റെ കില്ല് അവിടെ ട്രേഡ് ചെയ്യുമോ എന്നറിയത്തില്ല. എന്തായാലും സാൽവോ വൈറ്റി അവിടെ കയറി ചെല്ലുന്നുണ്ട്. ഹൈ റിഡ്ജിൻ്റെ കവറിൽ നിന്ന് മാറാനുള്ള ശ്രമത്തിലാണ്. എന്തായാലും DC കറണ്ട് അവിടെ LMX ID ഇപ്പോഴും ഹോൾഡ് ചെയ്തിരിക്കുന്നു. LMXലെ ബാക്കി സ്മോക്കൊക്കെ ഇട്ട് കയറി ചെല്ലാനുള്ള ശ്രമത്തിലാണ്. സാൽവോ വൈറ്റ് ഹീൽ ഇതുവരെ ചെയ്തിട്ടില്ല. LMX IDക്ക് നമ്മൾ ഡാമേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. LMXലെ ഇഗ്നൈറ്റിനെതിരെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. DC കറണ്ട് ഇപ്പോഴും അവിടെ നല്ലൊരു കവറിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം LMXലെ മെമ്പേഴ്സിന് അവിടെ LMX IDക്ക് അവിടെ സോണിൻ്റെ ഡാമേജ് കിട്ടി തുടങ്ങിയിരിക്കുന്നു. സോണിലേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സാൽവോ വൈറ്റ് അവിടെ കയറി വരുന്നുണ്ട്. 10 HP നിൽക്കുന്നത്. അപ്പോൾ സാൽവോ വൈറ്റ് അത് എന്തോ മൂവ് ആണെന്ന് അറിയത്തില്ല. എന്തായാലും LMX IDനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേമാതിരി സാൽവോ വൈറ്റ് കയറി വരുന്നുണ്ട്. സാൽവോ വൈറ്റിനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്ത് ഇൻസ്റ്റൻ്റായിട്ട് കില്ല് ചെയ്ത് അങ്ങനെ കൺഫേം ചെയ്ത് DC ടീം എന്ന് ചിക്കൻ ഡിന്നർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഒരു രക്ഷയില്ലാത്ത 21 കിൽസ് ചിക്കൻ ഡിന്നറാണ് DC ടീം അവിടെ നേടിയത്. LMX ടീം അവിടെ 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് 10 കില്ലോടുകൂടി. ബ്രൂട്ടൽ ടീം അവിടെ 9 കില്ലോടുകൂടി 3ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. WTF ടീം 2 കില്ലോടുകൂടി 4ാം സ്ഥാനത്ത് എത്തിക്കുമ്പോൾ T-God ടീം അവിടെ 5ാം സ്ഥാനത്ത് എലിമിനേറ്റ് ആയിട്ടുണ്ട് 2 കില്ലോടുകൂടി. 6ാം സ്ഥാനത്ത് AKCയിലെ ടീം മെമ്പേഴ്സാണ് എലിമിനേറ്റ് ആയിരിക്കുന്നത്. NON സ്പെയറിലെ മെമ്പേഴ്സ് അവിടെ 7ാം സ്ഥാനത്ത് എലിമിനേറ്റ് ആയിട്ടുണ്ട്. 8ാം സ്ഥാനത്ത് NOT ടീമാണ് എലിമിനേറ്റ് ആയിരിക്കുന്നത്. PXലെ മെമ്പേഴ്സ് 9ാം സ്ഥാനത്ത് എലിമിനേറ്റ് ആകുമ്പോൾ 1X 10ാം സ്ഥാനത്തും PB റെഡക്സ് 11ാം സ്ഥാനത്തും എലിമിനേറ്റ് ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 12ാം സ്ഥാനത്ത് B4Mലെ മെമ്പേഴ്സ് എലിമിനേറ്റ് ആയി. 13ാം സ്ഥാനത്ത് LXലെ മെമ്പേഴ്സ് ബ്ലൈൻഡ് ആസ്ട്ര എല്ലാം 14ാം സ്ഥാനത്ത്. അതേമാതിരി തന്നെ ആഷസ് 15ാം സ്ഥാനത്ത് എലിമിനേറ്റ് ആയിട്ടുണ്ട്. SN4 അവിടെ 16ാം സ്ഥാനത്ത് എലിമിനേറ്റ് ആയപ്പോൾ MTX ടീം 17ാം സ്ഥാനത്താണ് എലിമിനേറ്റ് ആയത്. നമ്മുടെ ക്ലൈൻറ്റ് OP ഒക്കെ 18ാം സ്ഥാനത്ത് എലിമിനേറ്റ് ആയി. EVO ടീം 19ാം സ്ഥാനത്ത് പുറത്തു പോയിരിക്കുന്നു. അപ്പം ZRMലെ മെമ്പേഴ്സ് എല്ലാം 20ാം സ്ഥാനത്ത് ഈ പ്രാവശ്യം പുറത്ത് പോകേണ്ടി വന്നു. ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സ് ആദ്യം തന്നെ എലിമിനേറ്റ് ആയി. ഈ പ്രാവശ്യം 21ാം സ്ഥാനത്തും 22ാം സ്ഥാനത്ത് ഫിനിക്സിലെ മെമ്പേഴ്സ് 2 കില്ലോടുകൂടി. വാർഗോഡ് ടീം 23ാം സ്ഥാനത്തും എലിമിനേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ മാച്ച്. നിങ്ങൾക്കായിട്ട് വാർഗോഡ് വാർഫെയർ ലൈറ്റ് നിങ്ങൾക്കായിട്ട് സ്പോൺസർ ചെയ്തത്. വളരെ മനോഹരമായ നല്ല അടിപൊളി ഒരു മാച്ച് കാണാൻ സാധിക്കുന്നു. 21 കില്ലോടുകൂടി ചിക്കൻ ഡിന്നർ DC ടീം. ഒരു രക്ഷയില്ലാത്ത പ്രകടനം DCയുടെ. അപ്പോൾ ഗായ്സ് താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം അടുത്ത മാച്ചിൽ കാണുന്നവരെ ടിൽ ദെൻ നാളത്തേക്ക് ഗുഡ് ബൈ.